എല്ലാവർക്കും ഹൈ. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോഡ് ഓഫ് സീൽ എന്ന ആനിമയുടെ എപ്പിസോഡ് 9. അപ്പോൾ മഴയൊക്കെ എങ്ങനെയുണ്ട് എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഡീമൺ റിലം അവിടെ ലോഡായ ഫ്രണ്ട്സ് അവിടെ നിൽക്കുമ്പോൾ 7ാമത്തെ ഡീമൺ പില്ലർ ആയ ഏഞ്ചൽ എന്ന പേരുള്ള പൈമാൻ ആ ഡീമൻ വരുന്ന വോൾഫ് ഡീമക്കോട് ഷിങ്ങു കൊന്നു എന്നത് പറയുകയാണ്. അതുപോലെ ക്രൗണ് പിക്സാക്കി അതിന് ഫെൻസ് ലോങ് ഷിങ്ങു കുഴപ്പമില്ല, റീപ്ലേസ് ചെയ്യുക. നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പൈമനതിന് ഉറപ്പായും 6000 വർഷം കഴിഞ്ഞ് എൻ്റെ പ്രഡിക്ഷൻ അതെല്ലാം ശരിയായി വരികയാണ്. ഓസ്ട്രിങ് ഗിഫിൻ എന്താ ഒരു പേരുണ്ടല്ലോ, അതിന് വരാൻ അനുവദിക്കില്ല. അത് കഴിഞ്ഞ് ഹാവച്ചൻ അവൻ്റെ അച്ഛൻ്റെ ത്രോൺസ് അത് നോക്കി നിൽക്കുകയാണ്. അങ്ങോട്ട് ലീഷിന് വന്ന് കാര്യം ചോദിക്കുന്നു. അവൻ്റെ അച്ഛനും അമ്മ അവനെ വിട്ടുപോയി. ആ കാര്യം മനസ്സിലാക്കിയിട്ട് കുഴപ്പമില്ല, ഞാൻ നിൻ്റെ സിസ്റ്റർ അല്ലേ, ഇനി ആരെങ്കിലും കളിയാക്കിയ എന്നോട് പറഞ്ഞാൽ അടിച്ച് ശരിയാക്കും. അപ്പോൾ ലീഷിൻ അവളുടെ മറ്റേ നളൻ ടീമോട് കണ്ടർ കോമ്പറ്റീഷനിൽ ലെവൽ 4 എങ്കിലും വേണം അവളോട് ട്രെയിനിങ് ചെയ്യാൻ. അവൾ അവനോട് ശരിയാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയി. അങ്ങോട്ട് നളം വന്ന് ഹാവച്ചനെ കണ്ട് ഹാപ്പി ഒരു ഷീൽഡ് പോലെ പുറത്ത് വെച്ചിട്ട് സൗണ്ട് പോയില്ല. അവനോട് നിന്റെ ടീച്ചർ നല്ലൊരു മൂവാണ് ചെയ്തത്, ഡീമൺസിനെ ഇല്ലാതെ സംഭവം ഓഡിസിറ്റിയിലേക്ക് ഹെൽപ്പ് ചെയ്തത് വിട്ടല്ലോ, അങ്ങനെ അറിഞ്ഞതാണ്. ശരി, ഷിങ്ങു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പോയി ഈ ലെറ്റർ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുത്തു. അത് വായിക്കുമ്പോഴാണ് ഷിങ്ങു ഇവൻ്റെ അച്ഛനാണ് എന്നത് മനസ്സിലാകുന്നത്. അതിൽ ഷോക്ക്, അവൻ ഗാർഡിയനേറ്റ് ആവുന്നതിൽ ഷോക്ക്. കാരണം ഷിങ്ങു ഒന്നാമത്തെ ബെസ്റ്റ് ഡിസിപ്ലിനേറ്റാണ്. ഹാവച്ചൻ എന്നോട് ഇൻസ്പെക്ടറായ ഈഹോ ടീച്ചറിൻ്റെ കീഴിൽ പഠിക്കാനാണ് പറഞ്ഞത്. അത് കേട്ട് പിന്നെ ഷോക്ക്. ഈഹോയോ? അയാളൊരു ഇൻസ്പെക്ടറല്ല, ലൈബ്രറി മാനേജറാണ്. അവനൊരു മറ്റൊരു പേരുണ്ട് അസുര. അതിനുശേഷം അങ്ങോട്ട് പോകുന്ന അവിടെ ഒരാൾ ബുക്കൊക്കെ എറിഞ്ഞ് വായിച്ചിരിക്കുകയാണ്. അതാണ് ഈഹോ. അവിടെ നളം വന്നിട്ട് കളിയാക്കി വിളിക്കുന്നത്. ഹാവച്ചൻ ഈഹോനെ അപ്പോഴാണ് കാണുന്നത്. നിന്റെ പുതിയ ഡിസിബിൾ വന്നിട്ടുണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു വരുന്നു. ഹാവച്ചൻ പോലെ ഇതാണോ അച്ഛൻ പറഞ്ഞ ആള് എന്ന് പറഞ്ഞ അതിശയം, റെസ്പെക്റ്റ്. അവൻ്റെ അടുത്തൂടെ വന്നു പോകുമ്പോൾ സ്ട്രോങ് പ്രഷറാണ്. എന്താ ഒരു ഹായ് പോലും പറയാതെ പോകുന്നേ. പിന്നെ ഈഹോൻ്റെ വോയിസ് ഞാൻ വിചാരിച്ചു അന്ന് മാത്രമായിരിക്കുന്നു. നാളെ ഒരു ദിവസം പോലും വിടാതെ ഈഹോൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനെ ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുകയാണ്. കണ്ടില്ലേ അവൻ്റെ ഹാർഡ് വർക്ക്, കണ്ടില്ലേ അവൻ്റെ ടാലൻറ്റ്. 262 മാനാണ് ഇപ്പോൾ. അതുമല്ല ലെവൽ 3 യങ് ഏജിൽ ആരും തന്നെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവന് ടാലൻ്റ് ഉണ്ട്, എനിക്ക് അതാണ് ഇഷ്ടമല്ലാത്തത് എന്ന് പറഞ്ഞു പോവുകയാണ്. നല്ല ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് പോലെ ഫസ്റ്റ് ഹാവച്ചൻ കണ്ടില്ല, നീയൊക്കെ ഇവനെ കണ്ട് പഠിക്കണം. ഈഗോയുടെ വോയിസ് പിന്നെ ടാലൻറ്റ് അതൊരു ഇല്യൂഷനാണ്, ഡെഡ്ലിയസ്റ്റ് വോയിസ് പോലെയാണ്. ലീഷൻ വന്ന് ഹാവച്ചനെ വിളിക്കുന്നു. അവനെയാണെന്ന് കരുതി അവർ ഹായ് കൊടുക്കുമ്പോൾ ഹാവച്ചൻ്റെ അടുത്തേക്കാണ് പോയി. അതിൽ അവർക്ക് ഇത്തിരി ജലസ് പോലെയായി. ഇത്ര ക്ലോസ് ആകുന്നത് ആൾക്കാർക്ക് ജലസ് ഉണ്ടാക്കുകയുള്ളൂ. വിചാരിച്ചതുപോലെ തന്നെ അവനെ ആരും ഫ്രണ്ട്സാക്കിയിട്ട് കൂട്ടിയില്ല. അതുപോലെ അവനെ തളർത്തുകയും ചെയ്തു എന്നത് മാത്രമായിട്ട് മാറി. മാനസികമായിട്ട് ശാരീരികമായിട്ട് ടാലൻറ്റ് ഒരു പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ. ഈഹോ വരുമ്പോൾ അവൻ അവിടെ ഉണ്ട്. ഒരു പേപ്പർ കൊടുത്തു. ഇതെന്താണ് ഞാൻ ബുക്ക് വായിച്ചപ്പോൾ മുകളിൽ നിന്ന് വീണതാണ്, സ്വന്തമായിട്ടൊരു സ്കില്ല് ക്രിയേറ്റ് ചെയ്തതാണോ എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന് അതെല്ലാം കീറിക്കളഞ്ഞ് അവനത് പെറുക്കെടുക്കുന്നു. ടാലൻറ്റ് അവരെ ഒറ്റപ്പെടുത്തുകയുള്ളൂ. പിന്നെ നളൻ അവനെ ഡിസിപ്ലിനാക്കി എന്ന് പറഞ്ഞു വരുമ്പോൾ ശരി ഒരു തവണ അവൻ തെളിയിക്കട്ടെ. ഹാവച്ചൻ അവനോടൊന്ന് ഹാപ്പി ആയിട്ട് ഈ ഒരു ചാൻസ് ഒന്ന് മുതലാകണം. സംഭവം ഫൈറ്റാണ്. അവന് ശരിയെന്ന് പറഞ്ഞു തുടങ്ങി, റെഡിയായി. അങ്ങനെ ഫൈറ്റ് തുടങ്ങി. അവൻ ട്രൂ വൈറ്റ്സോട് അത് ഉപയോഗിച്ച് നേരെ വരുന്ന ഫാസ്റ്റായിട്ട് വരുന്നത് കണ്ട് അതിശയമുണ്ട്. എങ്കിലും അത് തടഞ്ഞു, റിയൽ അറ്റാക്ക് ചെയ്തു. എന്നാൽ അവൻ യങ് ഏജിലാണല്ലോ, അത്ര പവർ ഇല്ലായിരുന്നു. അടിച്ച് തെറിപ്പിച്ച് അങ്ങനെ തോറ്റ്. എന്നാൽ അവൻ വിട്ടുകൊടുത്തില്ല, പിന്നെയും തയ്യാറാണ് എന്ന് പറഞ്ഞ് സോഡിൽ സ്പിരിച്വൽ പവർ കയറ്റിട്ട് അത് ഉപയോഗിക്കാനായിട്ട് തുടക്കുക. അത് വലിയ പവർഫുൾ പോലെ സോഡ് ഓഫ് ലൈറ്റ് എന്നതാണ് ആ സ്കില്ല്. അത് ഉപയോഗിച്ച് നേരെ വരുന്നു. അത് തടയ ഷീൽഡ്. അങ്ങനെ അതിലടിച്ച് പോകുന്ന സമയം ഹാവച്ചൻ ആ ഷീൽഡ് അത് വന്ന് വെച്ച് അപ്പോൾ തന്നെ ഡിവൈൻ ഡിഫൻസ് ആ സ്കില്ല് യൂസ് ചെയ്ത് തട്ടി. അതുകൊണ്ട് ഷോക്കാണ്. കാരണം ഈ ചെറിയ പ്രായത്തിൽ ഇത് പഠിച്ചു വന്നത് കിട്ടി. എങ്കിലും അവൻ്റെ അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് നീ അവൻ പൂർണ്ണമായിട്ട് തടയാൻ കഴിഞ്ഞില്ല. എൻ്റെ സ്ഥാനത്ത് ഒരു എനിമി ആയിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഡെഡായതിന്. സോഡ് ഉപയോഗിച്ച് തന്നെ മാക്സിമം എതിർക്കാൻ നോക്കണം. അല്ലാതെ തുടക്കം തന്നെ ഇതുപോലെ ചെയ്താൽ ഇങ്ങനെ ആകും എന്നൊരു കാര്യം പറഞ്ഞു കൊടുത്തത് അവനത് മനസ്സിലാക്കി. നളനപ്പോൾ അവൻ്റെ ടാലൻറ്റ് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അത് നീ എനിക്കതാണ് ഇഷ്ടമല്ലാത്തത്. നീ എന്താണ് ആ പഴയ കാര്യം ഓർത്ത് നിൽക്കുന്നത്? അത് കേട്ട് ദേഷ്യം വന്ന് എന്നെ അത് ഓർമ്മിപ്പിക്കരുത് എന്തിനാ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. പാസ്റ്റിലെന്തോ നടന്നതുപോലെ. ഈഗോയുടെ പ്രശ്നം അതാണ്, ടാലൻ്റ് ഉള്ളവരെ ഇഷ്ടമല്ലാത്തത് എന്നത് മനസ്സിലാക്കാം. ഹാവച്ച റൂമിലിരുന്ന പുതിയ ഡിഫൻസ് സ്കില്ല് അത് നോക്കി. അവൻ്റെ ഡിവൈൻ സ്കില്ലിൽ അങ്ങനെയൊന്നുമില്ല. അതവൻ ചെയ്തു നോക്കുമ്പോൾ അത് വർക്കിംഗ് ആണ്, അത് പഠിച്ചു. ആ സമയത്ത് ഈഗോ ഉണ്ടാക്കി 4921 വരെ ഈ സ്കില്ല് ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ കഴിയും. ഏത് എനർജി അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പാസ്റ്റിൽ ഈഗോനെ കളിയാക്കിയത് പോലെ നീ ഒരു ലൂസറാണ്, ഒരുപാടധികം മാനസികമായിട്ട് തളർത്തുന്നത് പോലെ അതെല്ലാം താങ്ങാനാവാതെ നിൽക്കുവാണ്. അവൻ്റെ റിസർഷൻ സ്റ്റോണിൽ 9 മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും കൂടി വെച്ച് കളിയാക്കി. അങ്ങനെയാണ് ഇങ്ങനെ ആയിട്ട് മാറിയതും പിന്നെ എല്ലാം കാണുമ്പോൾ ദേഷ്യമായതും.
എല്ലാം കൂടിയായി എടുത്ത് എറിഞ്ഞു. അത് കഴിഞ്ഞ് ഹാവച്ച റൂമിലേക്ക് പോകുമ്പോഴാണ് അവന് ഇപ്പോൾ ഇതുപോലെ ആ സമയം കളിയാക്കിയതുപോലെ അവിടെ ആൾക്കാർ നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് ഒന്നും മിണ്ടാതെ പോകുമ്പോൾ പിന്നെ കളിയാക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അതെല്ലാം ഇഗ്നോർ ചെയ്ത് പോകുമ്പോഴാണ് ഡോറിൽ അവന് കാല് നക്കുന്ന പട്ടി എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതും കൂടെ ഇപ്പോൾ അവന് ദേഷ്യമായി. അവന്മാർ കൂട്ടത്തോടെ കുറ്റം പറയാനും തുടങ്ങി. എക്സ്ട്രീമായി ഒരുത്താൻ അവനെ അടിക്കാൻ വന്നത് കൈ പിടിച്ചിട്ട് ഞാൻ വന്നത് പഠിക്കാനാണ്, ഈബിൾസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ ഒറ്റയടി അതിലവർ തീർച്ചുപോയി. അവൻ അടിക്കാനായിട്ടും പറയുന്നു. അവരെല്ലാവരും വന്നു. അപ്പോൾ ഹാവച്ചൻ ഈഗോ ആൻഡ് അബ്സല്യൂട്ട് ഡിഫൻസ് അത് പഠിച്ചിരുന്നു. അതുപയോഗിച്ച് വന്ന എല്ലാവരെയും ഫ്രീസ് പോലെ ആക്കി കളഞ്ഞു. അതുപോലെ തന്നെ അങ്ങോട്ട് വന്ന ഈഗോ പോലും ഷോക്കായി പോയി. ഇവനങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് പഠിച്ചു എന്നതിൽ അവന്മാരാകട്ടെ ഏറിൽ സ്ലോ ആയിട്ട് പോവുകയാണ്. പിന്നൊന്നും നോക്കില്ല, ഓരോരുത്തരായിട്ട് അടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പോയി അവസാനം എല്ലാത്തിനും അടിച്ച് പറപ്പിച്ചു. ഞാൻ ലൈബ്രറീൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചു എന്ന് കരുതി ഞാൻ പേടിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി എൻ്റെ ടീച്ചറിനെ വല്ലതും പറഞ്ഞ അടിക്കുന്ന അടിക്ക് ഒരു ദയം കാണിക്കില്ല. അത് കിട്ടി ഇതേ ഡയലോഗ് പാസ്റ്റിൽ ഈഗോവാൻ ഉപദ്രവിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈഗോവാൻ്റെ മാസ്റ്റർ തള്ളിക്കളഞ്ഞിരുന്നു. ഹാവച്ചനെ നോക്കുമ്പോൾ കളിയാക്കി ആ പയ്യനായിട്ടാണ് വന്നേ. അതിൻ്റെ ദേഷ്യം നേരെ അടുത്തേക്ക് വരുന്നത്. അവനൊന്നും മനസ്സിലായില്ല. അവന്മാരാകട്ടെ പേടിച്ചോടി. നീ പറയുന്നത് പോലെ ടീച്ചർ നിന്നെ രക്ഷിക്കുമെന്നാണ്, ടാലൻ്റ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്നാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം കളിയുന്നു. ഹാവച്ചനെ അടിക്കും എന്നാകുമ്പോൾ തന്നെ നളനിടക്കേറി. നീ എന്താ കാണിക്കുന്നത്? ഈഹോയ്ക്ക് അപ്പോഴാണ് ബോധം വന്നത്. അവിടെ നിന്ന് ഓടിപ്പോയി. അവനോട് കുഴപ്പമില്ലല്ലെന്ന് പറയുമ്പോൾ ഇല്ല, ഈഹോന്റെ പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളാണ്. നിനക്ക് വേറൊരു ടീച്ചർ തിരഞ്ഞെടുക്കുക എന്ന അവനെ ഞാൻ ഇനിയും ട്രൈ ചെയ്യും, അങ്ങനെയെങ്കിൽ ഒരു വഴിയുണ്ട് എന്ന രീതി. അതിനുശേഷം ഹാവച്ചനെ കൊണ്ട് ഈഗോ പോവുകയാണ്. അവനാട്ടെ അതിൻ്റെ എക്സൈൻറ്റ് ഇത്ര ഉയരത്തിൽ പറക്കുന്നത് ആദ്യപ്പെട്ടാണ് എന്നൊക്കെ. എനിക്കിതുപോലെ ബീസിനെ കിട്ടുമോ? അതിന് ഈഗോ നിനക്ക് അതിന് കഴിയുമെന്ന് എനിക്കറിയില്ല. നളൻ ഈഗോ അവനോട് ഇവനൊരു ബീസ്റ്റ് വേണം, അതിന് ചെറുപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ ബെറ്റ് ചെയ്യാം, ജയിച്ചാൽ നീ ഇവനെ ഡിസബിൾ ആക്കണം. അതാലോചിച്ചിട്ട് ഒരു നൈറ്റിന് ഒരു ചാൻസ് മാത്രമാണ് ഹോളി മൗണ്ടിലേക്ക് പോയി ബീസ്റ്റിനെ ഒപ്പിക്കാൻ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു റിഗ്രറ്റ് മൊമെൻ്റ് ആയിട്ട് മാറും. അവനെന്നല്ല അബ്സല്യൂട്ട് ഡിഫൻസിൻ്റെ സ്കില്ല്. ആ പേപ്പർ കൊടുത്തിട്ട് ഇത് ഞാൻ വിചാരിച്ചിലധികം പവർഫുള്ളാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. ശരി, ബാക്കി പറ എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ആ ഹോളി മൗണ്ടനിൽ എത്തി. അവിടെ കണ്ട് അതിശയിച്ചു പോയി. അവനടുത്തേക്ക് ചെല്ലുമ്പോൾ ലൈറ്റ് ആ പാർട്ടിക്കിൾസ് അവൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. അതുകൊണ്ട് എന്താ നടക്കുന്നത് എന്ന രീതിയിൽ അപ്പോൾ ഒരു സോഡ് അവന് നേരെ പോകുന്നു. അത് തടഞ്ഞു. അതാരാണെന്നാൽ ഗൊയ്യിങ്, അയാളുടെ മകനുണ്ട് ഗൊയ്യു. നീയോ? അതെ, ഞാൻ തന്നെ. നിനക്കറിയാം ഈ ലൈറ്റ് ആ ബീസ്റ്റുകളെ പിടിച്ചു വയ്ക്കുന്നതാണ്, അത് അബ്സോർബ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതുപോലെ യൂസേഴ്സ് ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ. ഈഗോ എന്ന തിരിച്ചു പറയുന്ന സമയത്താണ് ഗൊയ്വു ഹാവച്ചനെ അടിക്കാനായിട്ട് ചെല്ലുന്നത്. എന്നാൽ അത് നടന്നില്ല. മറ്റൊരു പവർ അത് അടിച്ചു വീഴ്ത്തി. അവർക്ക് എല്ലാവർക്കും ഒരു ടെറിഫിക്കായ ഒരു പ്രഷർ, അതിനെ പറയുന്ന പോലെ ടെറിട്ടറി പ്രഷർ എന്നാണ് ആ സ്കിൽ അനുഭവപ്പെട്ടു. അതൊരു ലെവൽ 9 അല്ലെങ്കിൽ സെയിൻറ്റ് ലെവലിലുള്ള ആൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോഴാണ് അങ്ങോട്ട് സെയിൻറ്റ് മൗണ്ടൻ എന്നൊരാൾ വരുന്നത്. അയാളുടെ യഥാർത്ഥ പേര് പറയുന്നില്ല, സെയിൻറ്റ് മൗണ്ടൻ എന്ന് തന്നെ പറയാം. ഹാവച്ചനെ ഒന്ന് കണ്ടിട്ട് അതിൽ നിന്ന് പുറത്തെടുത്ത് ഈഹോ മുട്ടുകുത്തിയിട്ട് അവർ മൂൺ ടെമ്പിളിൽ നിന്നാണ് ഈഹോ പറയുന്നു. അതുപോലെ ബീസ്റ്റിന് വേണ്ടിയാണ് വന്നത്. എന്നാൽ ആരെന്നറിയാതെ ഗൊയ്ബോ നേരെ അടിക്കാനായിട്ട് ചെന്നു അവൻ്റെ കൈ പിടിച്ചു നിർത്തി. അവനാകട്ടെ അവൻ്റെ ബോഡി മുഴുവനും വേദനിക്കുന്ന രീതിയിലായി. ഗൊയിങ് വന്നിട്ട് ഹോജ് സെറ്റ് ലോഡാണ് ഇപ്പോൾ നടന്ന് ക്ഷമിക്കാനായിട്ട് പറയുന്നത്. ഹാവച്ചൻ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ബോൺ ഏജ് ടെസ്റ്റ് അത് ചെയ്യുകയാണ്. ബോഡി മുഴുവൻ ഒറ്റയടിക്ക് പെയിനാകും. അവൻ റെസ്പെക്റ്റ് കാണിച്ചില്ല. പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റിലെ ഈഗോനെ ഒരുപാടധികം കളിയാക്കി ദ്രോഹിച്ചതും ഗൊയ്യിങ് ആയിരുന്നു. ആ സെയിൻറ്റ് മൗണ്ടൻ വിട്ടിട്ട് കയറാനുള്ള എന്തോ അത് ചോദിക്കുമ്പോൾ അത് കൊടുത്തു. അത് വായിച്ച് എന്നിട്ട് 3 ദിവസം സമയമുണ്ട്, അതിനുള്ളിൽ നീ നിൻ്റെ പറ്റിയ ബീസ്റ്റിനെ കണ്ടുപിടിക്കണം. അവൻ്റെ നെറ്റിയിൽ വന്ന ഫോർമേഷൻ അത് വെച്ച് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു വിട്ടു. അവൻ്റെ ഷോ കാണിച്ച് ഉള്ളിലേക്ക് പോയി. ഇവൻ എന്തടാ എന്ന രീതിയിലാണ് ഗൊയിങ് അവിടെ നിന്ന് നിനക്ക് പാസ്റ്റിൽ നടന്ന ഓർമ്മയുണ്ടല്ലോ, അതേ വിധി ഇവന് വരുത്തിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഈഗോ ഹാവച്ചന് വേണ്ടി ബീസ്റ്റ് ഒപ്പിക്കാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അത് വായിച്ചു നോക്കി. അത് കണ്ട് ഷോക്കായി പോയി. എങ്ങനെ ഇതിൽ ലെവൽ 3 നൈറ്റ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റാണ്. നീയാണല്ലേ അവൻ്റെ ടീച്ചർ. ഹാവച്ചനോട് മുൻപ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഇതിലെ ലൈറ്റ് അത് ബ്ലിങ് ആകുകയാണെങ്കിൽ ടൈം തീരാറയുന്നതാണ്. അവനോട് പോകാൻ പറയുന്നു. അവൻ 2 പേരോട് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈഗോ നിനക്ക് ബീസ്റ്റിനെ കിട്ടിയില്ലെങ്കിലും ആ പോയവനെ സൂക്ഷിക്കണം, അവോയ്ഡ് ചെയ്ത് പോകാനായിട്ട് പറയുന്നു. അവനൊക്കെ സെയിൻറ്റ് മൗണ്ടൻ ആണെങ്കിൽ ഇത്ര ജീനിയസ് ആയിട്ട് സ്റ്റുഡൻറ്റ് നിനക്ക് കിട്ടി, എന്നാൽ എംഎച്ചിൽ ആർക്കും തന്നെ ബീസ്റ്റിനെ കിട്ടിയിട്ടില്ല, അവൻ ഏറ്റവും വലിയ റിസ്ക് എടുക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.